fish on. Second me. Attention, fish on. എൻ്റെ അളിയ മപ്പടിയേ എടാ മപ്പ്. അപ്പോൾ ഈ നമ്മൾ സ്നേക്ക് ഇട്ട് പിടിക്കാൻ പോകുന്നവരാണ്. സ്നേക്കിൻ്റെ അതേ ഷേപ്പിലുള്ള ഒരു ഫ്രോഗ് വാങ്ങിച്ച് നമുക്ക് അതിൽ മീൻ പിടിച്ചാലോ. ഇത് ഇവനാണ് സംഭവം, നമ്മുടെ റിയൽ വാരിയൻ്റെ മാമ്പ എന്ന് പറയും. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ബ്ലാക്ക് മാമ്പ എന്ന് പറഞ്ഞ പാമ്പില്ലേ, ഭയങ്കര വിഷമുള്ള ആ ഒരു സംഭവത്തെ ഇൻസ്പയർ ചെയ്ത് ഉണ്ടാക്കിയാന്ന് വേണം പറയാം. ആ കൂട്ടി രൂപത്തിലാണ് ഈ ഒരു ഫ്രോഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രോഗിൻ്റെ വെയിറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 to 9 ഗ്രാമാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് 5.5 സെൻറ്റിമീറ്ററാണ് കഴിച്ച്. ഞാൻ ഈ ഒരു പാക്കറ്റ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം കഴിച്ച് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ സാധനം ആദ്യം അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം കഴിച്ച്. ഒന്ന് ഡ്രീം ഫിഷിംഗ് ഹബിലും പിന്നെ നമ്മുടെ കോട്ടയത്തുള്ള ഈസ ഫിഷിംഗ് ഹബിലുമാണ് ഈ ഒരു ഫ്രോഗ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റ് തുറന്ന് കാണിക്കണ്ടേ ഗൈസ്. ഇവനാണ് നമ്മുടെ ഫ്രോഗ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഗൈസ്, ഒന്നും പറയാനില്ലത്. ഞാൻ ഇവത്തെ ഓൾറെഡി മീൻ പിടിച്ചിട്ടാണ് ഗൈസ് ഈ ഒരു റിവ്യൂ എടുക്കുന്നത്. അത്യാവശ്യം കൊള്ളാവുന്ന ക്വാളിറ്റി മെറ്റീരിയലും അതുകൊണ്ട് നല്ല ഷാർപ്പ് ഹുക്കും നല്ല കിടുക്കാച്ചി ഹുക്കും. പിന്നെ എനിക്ക് ഇതിൻ്റെ വെറൈറ്റി ആയിട്ട് തോന്നുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഈ ഒരു സ്പിന്നർ ഗൈസ്, ഒരു ബാറ്റ്മാൻ്റെ ഷേപ്പുള്ള സ്പിന്നറും കാര്യങ്ങളാണ് ഇവത്തിൽ വരുന്നത്. പിന്നെ ഒരു ക്വാളിറ്റി സ്റ്റീവിലും ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫ്രോഗിൻ്റെ പ്രത്യേകത. നമുക്ക് കിട്ടിയ വേണ്ടി വീഡിയോ ഉണ്ട്, നേരെ വീഡിയോയിലിട്ടോ. ഷോൺ നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് മീൻ പൊങ്ങി വേണേ. നമ്മളത് റിയൽ പറയും മാമ്പയിൽ ഇന്നത്തെ ഫസ്റ്റ് മീൻ ഇട്ടിട്ടുണ്ട്. കിടുക്കാച്ചി വരാൽ സാധനം കാണിച്ചത് ിലാണെന്നൊരു വരാൽ മീനാൻ കേട്ടോ. മീനിൻ്റെ കളറുണ്ട് ഇമാതിരി ചുമന്ന് വരുന്നത്, ഈ കറുത്ത വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. സോ ഇന്നത്തെ നമ്മൾ ഫസ്റ്റ് മീൻ നമ്മൾ കയറ്റിയിട്ടുണ്ട് മാമ്പയിൽ. കിടുക്കാച്ചി വെക്കും. ഇപ്പോൾ ഒന്ന് നാക്കിലും ഒന്ന് സൈഡിലുമായിട്ടാണ് കയറിയിരിക്കുന്നത് നമുക്ക്. അതുകൊണ്ട് തന്നെ അന്ന് മിസ്സാവത്തെ 2 ഹുക്കും കയറിക്കൊണ്ട്. പക്ഷേ ഇങ്ങനത്തെ മീൻ കൈ പോയി തീരുമാനമായി. ഓക്കെ, ഒരു വന്നിട്ടുണ്ട്. സെക്കൻഡ് മീൻ അത്യാവശ്യം കൊള്ളാൻ മീനാട്ടോ. വേണം ഇങ്ങോട്ട്. ഗൈസ് ഹെവി നാടൻ നമ്മുടെ ഇന്നത്തെ ഹെവി നാടൻ. രണ്ടാമത്തെ മീൻ മുപ്പ് സാധനം. ഇത് സൈസ് കണ്ടില്ലേ, നമ്മളവിടുന്ന് കാലിനെക്കാട്ടിലും നല്ല ഹെവി നാടൻ ഗൈസ്. ഇത് മാമ്പയിൽ ഇന്ന് കളർ കണ്ട മപ്പ് കളറ്, സെയിം കളർ സെയിം സൈസ് വൈസ്. എൻ്റെ അമ്മ ഇന്നത്തെ രണ്ടാമത്തെ മീനാണ്. കിടുക്കാച്ചി സ്ട്രൈക്ക്, കിടുക്കാച്ചി മീൻ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. നല്ല മീനാണ് കേട്ടോ. കിടുക്കനൊരു നാടൻ. കുറേ നാടുകൂടിയിട്ടാണ് ഇങ്ങനൊരു നാടനെ കിട്ടുന്നത് കേട്ടോ. നേരെ ഇവനെ അതിനകത്തോട്ടാക്കാം. കിടുക്കാച്ചി ഹുക്കപ്പ് നമ്മുടെ മാമ്പ, റിയൽ വാരിയർ മാമ്പ. പിന്നെ ഉണ്ടല്ലോ ഐസ്, നല്ല രസമുണ്ടല്ലേ, നല്ല ഭംഗിയുള്ള സാധനം. അയ്യോ കണ്ണിലാണ് ഗൈസ് കയറിയിരിക്കുന്നത്. ഒറ്റ ഹുക്കിലാണ് മീൻ കയറി വന്നത്. കിടുക്കാച്ചി ഹുക്കപ്പ് ഗൈസ്, കണ്ണിലാണ്. സോറി ഗൈസ്, അതിൻ്റെ കണ്ണ് പോയിട്ടുണ്ട്. നമ്മളിന്നത്തെ രണ്ടാമത്തെ മീൻ ഉണ്ട് ഗൈസ്. ദേശീയ പക്ഷികളാണ്. ചെറിയൊരു ഫോളോ കിട്ടി. കിട്ടില്ല. ഓയിലല്ലേ കഴിച്ചത്, കൊള്ളാൻ.
ഓ ഗൈസ്, നമ്മളിന്നത്തെ ഫസ്റ്റ് വരാനും വലിയ ഹെവി ആണ്. എന്നാലും സീനായിട്ട് നമ്മുടെ റിയൽ വാരിയർ മാമ്പയിൽ പോയിരിക്കുന്ന സീൻസാണ്. അത്യാവശ്യം കൊള്ളാം, ഇരക്കിൽ വരുന്ന വരാൽ. സീനായിട്ടുണ്ടല്ലോ. Yes, for sure. ഹെവിയുടെ ഫൈറ്റ് ആണെങ്കിൽ ഒരു കറക്റ്റ് വരുന്നു കാണാനല്ലേ കേട്ടോ. കൊള്ളാം, കിടുകാച്ചി സംഭവം ഉണ്ടാക്കുന്നത്. എൻ്റെ മോനെ നമ്മളിന്ന് ഇവിടെ വന്നിട്ട് ഫുട്ബോൾ കളിച്ച് നമ്മളവനെ കയറ്റിയിട്ടുണ്ട്. കൊള്ളാമെന്നൊരു വരാൻ ഒരു അരക്കിലോ ഡ്രസ് വരുന്നത് കിടുക്കനൊരു വരാൻ എന്തായാലും കിട്ടിയില്ല ഐറ്റം. ഇന്നത്തെ നമ്മുടെ മൂന്നത്തെ വരാൻ. എനിക്ക് റോഡ് പുതിയതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്കൊക്കെ അത്ര പ്രോപ്പറായിട്ട് ഏൽക്കുന്നില്ല. സാധനം കണ്ടല്ലോ കിടുക്കണത് ഗൈസ്. നമ്മുടെ കുഞ്ഞൊന്ന് കാശി ഒരു കിടുക്ക വരാതെ കയറ്റിയിട്ടുണ്ട്. എടാ മപ്പ് സാധനം റിയൽ വാരിയർ സിംഗർ. ബായ് തുറക്ക്. അവിടെ ഒന്നുകൂടി ഉണ്ടടാ എറി. ഡൈനാമിക് കണ്ടല്ലോ നമ്മുടെ റിയൽ വാരിയറിൻ്റെ മാമ്പയിൽ കിട്ടി. കാശിയുടെ മോന്ത കിട്ടിയിരുന്നേ. റിലീസ് ചെയ്തേക്കല്ലേ കിടക്കട്ടെ എനിക്കെന്ന് ഗൈസ്. ഇത് ഇപ്പോൾ വരാം. ഓക്കെ, ഷോൺ എൻ്റെ അളിയ മപ്പടിയേ. ഓ ഓക്കെ കിടില മീൻ, ഒന്നും പറയാനുള്ള ഗൈസ്. നല്ല കിടില മീനാണ്. എന്നാൽ വന്നൊന്ന് നോക്കിയിട്ടൊരു ഒറ്റയടി അലക്കാണ്ട് നമ്മുടെ റിയൽ വാരിയർ മാമ്പയിൽ സീനായിട്ട്. ലുക്ക് അറ്റ് ദിസ്, കണ്ടല്ലോ സീൻ വരാൽ. ഓക്കെ മാമ്പ ഇരിക്കുന്നുണ്ടല്ലോ, കിടുക്കാച്ചി ഹുക്കപ്പ്, ഒന്നും പറയില്ല. എന്നാൽ ഹുക്കപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കൊടുക്കണ്ട, അല്ലാതെ എടാ വായൊന്നും കൊണ്ടില്ല. തൊട്ടൊന്ന് പ്രസ് ചെയ്യുക, ഊരിയെടുക്കുക. കണ്ടല്ലോ സീനായിട്ട്. Wow, big one. എൻ്റെ അളിയ മൊപ്പ് സാധനം, എൻ്റെ മോനെ സീൻ വരാല്. അടിക്കുന്ന അടി കണ്ടോ ഗൈസ്. ചെറിയ ഫൈറ്റ് ആയിരുന്നു നാടൻ വരാല്. നാടനല്ല കേട്ടോ, വിയറ്റ്നാം. നമ്മുടെ റിയൽ വാരിയർ മാമ്പ കേട്ടോ, സീനടി സാധനം കണ്ടല്ലോ.
മപ്പ് വരാൻ ഗൈസ്. ഓക്കെ, എന്തായാലും ഒരു 1 kg ആണ് കേട്ടോ. അടി ഗുമ്മെന്നും പറഞ്ഞു അടി അണ്ണാ. ഇന്ന് പൊളിക്കാം കേട്ടോ മാമ്പ. കണ്ടാലോ സീൻ ഹുക്കപ്പ്, ഒന്നും പറയാനില്ല. കിടുക്കാച്ചി ഹുക്കപ്പ്, കിടിലിനൊരു മീൻ. നൈസ് മീനാ കേട്ടോ. നോക്കിയാണോ പോലെ ഇന്നത്തെ ഊതാത്ത മീനാ കേട്ടോ, സീനായിട്ട്. കണ്ടാല് അവിടെ റിയലൊരു മാമ്പയിൽ എൻ്റെ അളിയ കിടുക്കാച്ചി പറയും, ഒന്നും പറയാനില്ല കേട്ടോ. അത് നല്ല മപ്പ് വരാനായിട്ട് നല്ല കിടുക്കാച്ചി ഹുക്കപ്പ്. ഐസിൽ നമ്മൾ അയ്യോ എണ്ണാക്കിൽ കയറി കേട്ടോ. നല്ല ഹുക്കപ്പാണ് കേട്ടോ, സാധനം കിടും, ഒന്നും പറയാനില്ല. അത് ഹുക്ക് 2 തിരിഞ്ഞിട്ടുണ്ട്, നല്ല കിടുക്കാച്ചി ഹുക്കപ്പും കിട്ടും. വരാലുണ്ടല്ലോ ഒരു കിടുക്കനൊരു നാടൻ, ഏകദേശം ഒരു 1/4 കിലോ വരും, 1 kg ഇല്ല. എന്നാലും കൊള്ളാം കേട്ടോ, സീൻ ഫൈറ്റും തന്നു ഞാൻ. അപ്പോൾ ഐസ് നമുക്ക് സ്ട്രൈക്ക് എടുക്കാൻ പറ്റിയില്ല, നമ്മൾ ക്യാമറ ഫുള്ളായതുകൊണ്ട് കാശിലേക്ക് കൊടുത്തേക്കായത്. ഒരു കിടുക്ക സാധനം എടുത്ത് ഞാൻ ചുമ്മാ ഒന്ന് വീശി കയറുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ന് കിട്ടിയതിൽ അത്യാവശ്യം ഹെവി ഒരു വരാല്. എന്തായാലും 1 kg അടുത്ത് വരുന്ന സാധനം ഇത് കണ്ടല്ലേ, ഉപ്പ് സാധനം. ഇതിൻ്റെ സ്ട്രൈക്ക് കിട്ടിയില്ല ഐസ്, അതാണ് നമുക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അത് നമ്മുടെ റിയൽ വാരിയർ എന്നായിരുന്നു, പംകിനല്ല സോറി ഗൈസ്, മാമ്പ. ചെറിയൊരു മിസ്റ്റേക്ക് കിട്ടി. അതുകൊണ്ടല്ലോ കിടുക്കാച്ചി സാധനം. മുമ്പ് ഇത് ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ട, പക്ഷേ എനിക്ക് അടിച്ചില്ല, ഇപ്പോഴാണ് അടിച്ചത്. സാധനം കൊള്ളാം, കിടു. നേരെ മാതിരാ ഉക്ക് കണ്ടല്ലോ, കിടുക്കാച്ചി ഉക്കപ്പ്, ഒന്നും പറയാനില്ല. നാക്കില്ല കേട്ടോ കയറിയേക്കുന്നത്. വാ നാക്കി കയറിയതുകൊണ്ടാണ് ഇത്ര കുടച്ചിട്ട്. ഓക്കെ, കണ്ടോ മാമ്പ കട്ട് ചെയ്ത. നമ്മുടെ മാമ്പയിൽ ഫസ്റ്റ് മീനാണ് ഗൈസ്. ആ അടിച്ചടിച്ചടിച്ച് ഓ സീനാണ്. എൻ്റെ ഒളിയോ ജോയിൻ്റ് വരാല്. ഓ ഇത് സൈസ് കണ്ടോ, ചാടി കരയ്ക്കുക. നമ്മുടെ മാമ്പയിൽ ഫസ്റ്റ് മീനാണ്. ആ ഫ്രോഗ് വീണപ്പോൾ അടിച്ചടിയോ, അയ്യോ സീനടി. എൻ്റെ കൈസ് നിങ്ങൾ ഈ സാധനത്തെ കണ്ടത്, കിടുക്കൻ വിയറ്റ്നാമെന്ന് പറഞ്ഞാൽ കിടുക്കൻ വിയറ്റ്നാമതി. നമ്മുടെ റിയൽ സീറ്റിങ് കണ്ടോ, ഇത്രയുണ്ട്, ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ മേളിലുണ്ടെന്ന് വിചാരിച്ചോ നിങ്ങൾ. ഇവൻ്റെ സൈസ് നിങ്ങൾ നോക്കി, ജായിൻ്റെ ഒരു ചെറുമീൻ്റെ സൈസുള്ള വരാല്. അതും ആ ഫ്രോഗ് വീണപ്പോൾ തന്നെ അവൻ അടിച്ചു കേട്ടോ. എന്തായാലും കൊള്ളാം, കിടുക്കാച്ചായിട്ടാണ്. നമുക്ക് മാമ്പ ഞാൻ ഇതാക്കി കാണിച്ചു തരാം, ഹുക്ക് റിമൂവ് ആക്കി കാണിച്ചു തരാം. സാധനം മാന്താപ്പെന്ന് പറഞ്ഞാൽ മാന്താപ്പയിലും തന്നെ കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല ഹെവി വരാലാണ്. നമ്മുടെ മാമ്പിരിക്കുന്നുണ്ടല്ലോ, ഒറ്റ ഹുക്കേ കയറിട്ടുള്ളൂ, കിടുക്കാച്ചി ഹുക്ക്. അതിൻ്റെ ഇടയ്ക്ക് മീൻ ചാടി കരക്ക് കയറി ഐസ്. ഓ എൻ്റെ ഒരു സൈസേ സീനായിട്ട്. എന്തേ വാലിൻ്റെ ഇവിടെ പിടിച്ചിട്ട് പോലും എൻ്റെ കൈ അപ്പുറം ഇല്ലത്തില്ല, പറയണ്ടല്ലോ ഐസ്. ഇന്നത്തെ ഡേയിലെ ഫസ്റ്റ് മീനാണ് കേട്ടോ. നമ്മൾ കുറേ നാളായി സ്പിന്നിങ് ഉപയോഗിച്ചിട്ട്. എന്ത് മാമ്പയെ സ്പിന്നിങ് ഉപയോഗിച്ചിട്ട് കിട്ടിയ സാധനമാണ് കിടുക്കാൻ. എന്തായാലും ഒരു 1 kg പ്ലസ് ഉണ്ട് കൺഫേമാണ്.